ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് മത്തൻ്റെ പൂവ് കൊണ്ടൊരു തോരൻ വയ്ക്കാമേ. ഇവിടുത്തെ മത്തൻ പൂവ് പൂക്കുന്നുണ്ട്, പക്ഷേ ഒന്നിലും കാ പിടിക്കുന്നില്ല കേട്ടോ. എന്താ കാരണമെന്ന് എനിക്കറിയില്ല. അപ്പം നോക്കുമ്പോൾ ഒരുപാട് പൂവ് ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചു പൂവിനെ കളയണ്ടല്ലോ. ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് മത്തൻ്റെ പൂവ് കൊണ്ട് തോരൻ വയ്ക്കുന്നത്. അപ്പം ഞാനും കരുതി കുറച്ച് പൂവെടുത്ത് നമുക്കും തോരൻ വയ്ക്കാമെന്ന്. ഇത് ഞാൻ 2 ദിവസത്തെ പൂവാണ് പറിച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ ഞാനതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണേ. അത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ ഒന്ന് അരിഞ്ഞെടുക്കാം. കൂടെ തന്നെ നമുക്കൊരു സവാളയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാമേ. നമുക്ക് അരപ്പിനായിട്ട് കുറച്ച് തേങ്ങ, 5-6 കാന്താരി മുളക്, ഇച്ചിരി ജീരകം, 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. അരപ്പും തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ച് 2 വറ്റൽമുളകും ഇട്ട് ഒന്ന് ചൂടാവുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും നമ്മുടെ മത്തൻ്റെ പൂവും കൂടെ ഒന്ന് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. വേഗം വേവും കേട്ടോ. വെള്ളം ഒന്നും ചേർക്കണ്ട. ഞാൻ അതിൻ്റെ കൂടെ തന്നെ അരപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അരപ്പും ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടിപ്പോകരുത്, കുറച്ച് തന്നെ ഇടണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വയ്ക്കാം. അത് വേകുന്ന സമയം കൊണ്ട് ഞാൻ 2 മുട്ട എടുത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് കടഞ്ഞെടുത്തേ. ഇത് ഇപ്പം തന്നെ നല്ല വെന്തിട്ടുണ്ട് ആവിയിൽ. അപ്പോൾ ഞാൻ ഈ തോരത്തിന് ഒരു സൈഡിലോട്ട് ഇങ്ങനെ ഒതുക്കി വെച്ചിട്ട് ഈ ഭാഗത്ത് നമ്മുടെ കടഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ മുട്ടയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. ഞാനിത് യൂട്യൂബിൽ കണ്ടതാണേ. അപ്പോൾ ഞാനും ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കഴിച്ചപ്പോൾ. അപ്പോൾ ഞാനിത് മുട്ട ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ചിക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഒതുക്കി വെച്ച തോരനും കൂടെ ഇതിലേക്കിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. നമ്മുടെ മത്തൻ്റെ പൂവ് കൊണ്ടുള്ള തോരൻ റെഡിയായിരിക്കും. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്കൊക്കെ വീട്ടിൽ മത്തൻ്റെ പൂവ് ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.